നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിനക്കെതിരെ വാദിക്കുന്നതും പ്രവർത്തിക്കുന്നതും രാജുവും ഋതികയുമാണ്. വാദിക്കാനും നിന്നെ കുറ്റക്കാരനാക്കാനും അവര് രണ്ടുപേരും ഇനി മുതിരാൻ പാടില്ല. അച്ഛന്റെ അതേ വാശിയാണല്ലോ അവൾക്കും. അക്കാര്യത്തിൽ അവളും ഒട്ടും പുറകിലോട്ടല്ല. വേണുവേട്ടാ, ഞാനൊന്ന് ആലോചിക്കട്ടെ. അത് എന്താ മാഡം? എന്തെങ്കിലും വഴിയുണ്ടോ ഞാൻ നോക്കാം. നേരിട്ട് കൊടുത്താൽ അവള് വാങ്ങിക്കുകയില്ല. വേണിച്ചേട്ടൻ എന്തായാലും ധൈര്യമായിട്ടിരിക്കെ. രാജു, ദിമ്മിക്ക് അവിടെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? എനിക്ക് ആലോചിച്ചിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല. ആ അംബികമ്മായി ആളൊരു വിഷമാണെന്ന് ഞാൻ പറയാതെ തന്നെ രാജുവിന് അറിയാലോ. അവര് വിചാരിച്ചു കഴിഞ്ഞാ എന്ത് സംഭവിക്കാം? മാഡം ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. അവിടെ വർമ്മ സാറുണ്ട്, ശേഖരൻ സാറുണ്ട്, യാമിനി മാഡം ഉണ്ട്, അപ്പു ഉണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഓരോ മുക്കിലും മൂലയിലും CCTV ഉണ്ട്. അങ്ങനെയൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, നമ്മൾ ഓൾറെഡി ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ലേ? ദിവ്യക്ക് എന്തെങ്കിലും പറ്റിയ അതിന്റെ കാരണക്കാരൻ ദീപക് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് മാഡം ഇങ്ങനെ പേടിക്കല്ലേ, ധൈര്യമായിട്ടിരിക്കേ. ഇല്ല രാജു, എനിക്ക് സമാധാനം കിട്ടുന്നില്ല. ഞാനേ ചെറിയമ്മയൊന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ ഋതുമോളെ. ചെറിയമ്മ, എനിക്ക് ടെൻഷനായിട്ട് വിളിച്ചതാ. കുഴപ്പമൊന്നുമില്ലല്ലോ? എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഇവിടെ ഞാനുണ്ട്, ശേഖരേട്ടനുണ്ട്, അപ്പുണ്ട്. ഞങ്ങൾ എല്ലാവരും അവളെ ശ്രദ്ധിക്കുന്നുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കെ. ഇവിടെ അവൾക്ക് ഒരു കുഴപ്പവും വരില്ല. ശ്രദ്ധിച്ചോണേ ചെറിയമ്മ. ശരി മോളെ. ശരി. ഈ ഒരു കാര്യത്തിൽ എനിക്ക് പേടിയുണ്ടെങ്കിലും രുക്മിണി അമ്മയുടെ ക്യാഷിന്റെ കാര്യത്തില് എനിക്ക് ശരിക്കും പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ പ്രശ്നം തീർക്കാൻ വേണ്ടി ആരോ നമ്മളെ സഹായിക്കാൻ വരുന്നുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു രാജു. മാഡത്തിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് നടന്നിരിക്കും മാഡം. മാഡം ഇപ്പൊ ഒന്നിനെ കുറിച്ചും ചിന്തിക്കണ്ട. സമാധാനായിട്ട് കിടന്നുറങ്ങാൻ നോക്ക. അമ്മേ, എന്താടാ? അവളിങ്ങനെ നിറവയറുമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് എങ്ങനെ ശരിയാവും? എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ വിളിച്ച് കളിയാക്കുവാ. പിന്നെ കളിയാക്കാതെ. എടാ, അവര് നിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയില്ലല്ലോ. അതോർത്ത് നീ സമാധാനപ്പെട്. എന്താ അമ്മ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ എടാ, വേലക്കാരിക്ക് വയറ്റിലുണ്ടാക്കിയിട്ട് നീറ് കടിച്ചതുപോലെ നിന്ന് തുള്ളുന്ന നിന്നോട് ഞാൻ പിന്നെ എന്ത് പറയണം? അടിച്ചതിന്റെ കാരണം പൊട്ടിക്കാനുള്ള ദേഷ്യം എനിക്കുണ്ട്. പക്ഷേ പ്രയോജനമില്ലെന്ന് ഓർത്തിട്ടാ. എടാ, നിന്നെ പോലൊരു മരവാഴയാണല്ലോ എന്റെ വയറ്റി വന്ന് പിറന്നത്. അമ്മേ, ഒരു പ്രശ്നം ഉണ്ടാവുമ്പോഴേ ഇങ്ങനെ വാക്കുകൾ കൊണ്ട് കുത്തി സംസാരിക്കുന്ന അത്ര നല്ലതല്ല കേട്ടോ.
എനിക്ക് വേണമെങ്കിൽ ബോംബെയിലോ ഗോവയിലോ എവിടെയാണെന്ന് വെച്ചാൽ സമാധാനത്തോടെ പോയി ജീവിക്കാം. അമ്മയുടെ ആഗ്രഹം കൂടെ നടന്നോട്ടെ ഓർത്താ ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത്. നിന്റെ എടാ അമ്മയ്ക്ക് നിന്റെ കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹം അമ്മേ, കൊണ്ടായിരിക്കും. മതി. ഇങ്ങനെ പറഞ്ഞെന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് എന്നെ ഇറിറ്റേറ്റ് ചെയ്താലുണ്ടല്ലോ. നീ എന്ത് ചെയ്യും? ദേ അമ്മേ, എനിക്ക് ഭ്രാന്ത് പിടിക്കും കേട്ടോ. കാണിക്കാൻ പറ്റുന്ന തെമ്മാടിത്തരം എല്ലാം കാണിച്ചിട്ട് എന്റെ നേരെ കൈ ചൂണ്ടി സംസാരിക്കുന്നോടാ. നിനക്ക് അത്രയ്ക്ക് ധൈര്യോ? ഛേ, തെറ്റ് പറ്റിപ്പോയി, ഞാൻ സമ്മതിച്ചു. എല്ലാം എന്റെ തെറ്റാ, എന്റെ മാത്രം തെറ്റാ. എന്ന് വെച്ച് അവളുടെ കുഞ്ഞിന് തന്തയാവാനൊന്നും എനിക്ക് പറ്റില്ല. എനിക്ക് അവളെ എന്തെങ്കിലും ചെയ്യണം, എനിക്ക് അവളെ കൊല്ലണം. അവളെ മാത്രല്ല, അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ എനിക്ക് കൊല്ലണം. എടാ മതി, നീ ഒന്ന് റിലാക്സ് ആവ്. ആ, വിടാമേ. എടാ നീ ഒന്ന് അടങ്ങടച്ചേക്ക. നീ ആരെയും കൊല്ലാനും തിന്നാനൊന്നും പോണ്ട. എന്തെങ്കിലും ഒരു വഴി നമുക്കുണ്ടാക്കാം. ഹ, അമ്മ ഇനി എന്ത് വഴി ഉണ്ടാക്കാനാ? ദിവ്യയെ നീ കൊന്നാം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് തെറ്റി. ഇങ്ങനെയൊന്നും അല്ലടാ മോനെ ഇത് തീർക്കേണ്ടത്. പിന്നെ എങ്ങനെയാ തീർക്കണ്ടേ? അമ്മ പറയ്. ഇവിടെ ഇപ്പൊ ന്യായം ചോദിച്ചു വന്നിരിക്കുന്നത് ദിവ്യയും കുറ്റാരോപിതനായിരിക്കുന്നത് നീയുമാണ്. ദിവ്യയ്ക്ക് വേണ്ട നീതി നടപ്പിലാക്കാൻ പോകുന്നത് പ്രതാപനും. നിനക്കെതിരെ വാദിക്കുന്നതും പ്രവർത്തിക്കുന്നതും രാജുവും ഋതികയുമാണ്. വാദിക്കാനും നിന്നെ കുറ്റക്കാരനാക്കാനും അവര് രണ്ടുപേരും ഇനി മുതിരാൻ പാടില്ല. അതിന് നീതിമാനായ രാജാവിനെ താഴെ ഇറക്കണം. ദിവ്യയ്ക്ക് നീതി കൊടുക്കാൻ അവൻ അധികാരം ഉണ്ടാവരുത്. അമ്മാവനെ? അതെ. എങ്ങനെ? നീ ധൃതി വെക്കാതെടാ. അവള് പ്രസവിക്കാൻ ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. എല്ലാത്തിനും ഞാനൊരു വഴി ഉണ്ടാക്കാം. ശരി അമ്മേ. ഈ ക്ലബിങ്ങിനെ ആർക്കും വേണ്ടാതെ കിടക്കാൻ തുടങ്ങിയിട്ട് 6-7 മാസമായി. എല്ലാ വീക്കെൻഡിലും കുടുംബശ്രീ യോഗം കൂടാനും ഇടയ്ക്കിടയ്ക്ക് ടർഫിൽ പോയി ഷട്ടിൽ കളിക്കാനും വർഷത്തിലൊരു ടൂർ പോവാനും ഈ കെട്ടിടവും വാടകയ്ക്ക് മേടിച്ചിട്ട് ക്ലബ്ബ് നടത്തേണ്ട വല്ല കാര്യമുണ്ടോന്ന് അടുത്ത മീറ്റിംഗിൽ ശക്തമായി ചോദിക്കണം. ക്ലബിന് ക്യൂൻസ് ക്ലബ് എന്ന് പേരുണ്ടാക്കിയിട്ട് ഇവിടെ ഇപ്പൊ ക്യൂനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ദൈവമേ, വരുമാനം ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടാക്കി തരണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.